പേര് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയുക ഡോക്ടർ റൊമീല താപ്പർ എന്നാണ്. JNUവിലെ പ്രൊഫസറായിരുന്നു. വിദേശ സർവകലാശാലകളിൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ ദിനംപ്രതി വിസിറ്റിംഗ് പ്രൊഫസറായി പോയിക്കൊണ്ടിരുന്ന റൊമീല താപ്പർ. അതേപോലെ മറ്റൊരു ചരിത്രകാരൻ ബിപിൻ ചന്ദ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം അദ്ദേഹമാണ് എഴുതിയത്. ആ പുസ്തകത്തിൽ പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ്. ആ സ്വാതന്ത്ര്യ സമര ഗ്രന്ഥം ലഭിച്ച ബിപിൻ ചന്ദ്രയും റൊമീല താപ്പറും ആദ്യമായി ഒഴിവാക്കപ്പെടുന്നത് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോ അന്ന് വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകിയ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണെന്ന് പറയുമ്പോ അധികാരത്തെക്കാളുപരി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത്തരം ആളുകളെ മാറ്റണം. നെഹ്റുവില്ലാത്ത ചരിത്രം, അംബേദ്കർ ചരിത്രം, അബ്ദുൽ കലാം ആസാദ് ഇല്ലാത്ത ചരിത്രം, സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ലാത്ത ചരിത്രം ഇവിടെ പ്രചരിപ്പിക്കണം. പകരം ഹെഡ്ഗേവാറും ഗുരുജി ഗോൾവാക്കറും വീർ സവാർക്കറും ഉൾക്കൊള്ളുന്ന ചരിത്രം പറയണം. അത് പറയുന്നതിലൂടെ BJPക്കും RSSനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. അവർ പറയുന്ന സിലബസ് പഠിപ്പിക്കാതെ കേരളത്തിൽ ഫണ്ട് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി ഇവർ പറയുന്നത് പോലെ സർവശിക്ഷ അഭിയാൻ വഴി ഫണ്ട് ലഭിക്കാനാണ് ആ പദ്ധതിയിൽ ഒപ്പിട്ടതെങ്കിൽ ഞാൻ വിനയത്തോടെ ചോദിക്കുന്നു, ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകൾ ഉണ്ടാകും. നിങ്ങൾ ആദ്യം ആ പദ്ധതി എതിർത്തിരുന്നത് ഇവിടെയുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പ്രത്യേകത മതനിരപേക്ഷത ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസമാണ് ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമായി പോകുന്ന വിദ്യാഭ്യാസ പദ്ധതി, സ്വതന്ത്ര ചിന്തക്കും ശാസ്ത്ര ചിന്തക്കും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്നതാണ് ഇന്ത്യയുടെ നമ്മൾ പറയുന്ന വിദ്യാഭ്യാസ രീതി. എന്നാൽ ആ രീതിയിൽ നിന്ന് ഒട്ടും മാറില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയുന്നതെങ്കിൽ CPI-കാരൻ അത് പറയുന്നില്ല എന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സിലബസ് നടപ്പിലാക്കാതെ ഇവിടെ ഫണ്ട് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതേ ചിന്ത എന്തുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റിന് വന്നിട്ടില്ല? അതേ ചിന്ത എന്തുകൊണ്ട് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ സർക്കാരിന് വന്നില്ല എന്ന് മാത്രമല്ല, അവർ ഫണ്ട് നേടി. എങ്ങനെയെന്ന് അറിയുമോ? സർവശിക്ഷ അഭിയാൻ പ്രകാരം നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് നിയമപ്രകാരം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വകുപ്പ് എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ടതാണ്. ആ ഫണ്ട് ഇത്രയും ആ ഗവൺമെന്റുകൾ നേടിയെടുത്തത് നിയമ പോരാട്ടത്തിലൂടെയാണ്. ആരുടെ മുന്നിലും നട്ടല് വളയ്ക്കാതെ അവിടുത്തെ മുഖ്യമന്ത്രിമാർ സംസാരിച്ചു. ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയുന്ന പ്രിയപ്പെട്ട പിണറായി വിജയൻ ഇരട്ടച്ചങ്ക് കൊണ്ട് മാത്രം ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിവർന്നത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള നട്ടലുള്ള ഭരണാധികാരിക്ക് മാത്രമേ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലാതെ പോയതിൽ ഞങ്ങൾ സഹതപിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ പറയില്ലേ പലപ്പോഴും ധീരമായ വിപ്ലവത്തിന്റെ കഥകൾ നിങ്ങൾ പറയും, നിങ്ങളുടെ ധീരമായ വിപ്ലവം വർഗീയത തുറയട്ടെ എന്നാണ്. എന്നാൽ രാജ്യത്താകമാനം മതവൽക്കരണവും വർഗീയതയും കളമാടുന്ന വിദ്യാഭ്യാസ രീതി അടിച്ചേൽപ്പിക്കുമ്പോ അത് വേണ്ട എന്ന് പറയാൻ എന്തേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞില്ല? 16-ാം തീയതി ഒപ്പിടുക, 22-ാം തീയതി മന്ത്രിസഭ ചേരുക. ആ മന്ത്രിസഭയിൽ CPI-യുടെ മന്ത്രിമാർ പറഞ്ഞു, നിങ്ങൾ PM3 പദ്ധതിയിൽ ഒപ്പിടരുത്, മുന്നണിയിൽ ചർച്ച ചെയ്യണം എന്നത് CPI-യുടെ ആവശ്യമായിരുന്നു. എന്നാൽ ആ ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ല ഞങ്ങൾ ഒപ്പിട്ടുപോയിട്ടുണ്ടെന്ന്. ഇങ്ങനെ ആരെ കബളിപ്പിക്കാൻ, ആരെ പൊട്ടനാക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനമുണ്ടല്ലോ, നിങ്ങൾ ഈ രാജ്യത്തെ മറന്നു പോകരുത്. ഒരു ഭാഗത്ത് RSSന്റെയും ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെയും രീതി എന്ന് പറയുന്നത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുക, ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക, അതിഭീകരമായ രീതിയിലേക്ക് രാജ്യം പോകുമ്പോ മതേതര കക്ഷികളുടെ ധർമ്മം എന്താ? ഇവിടെ മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ, CPI-യുടെ, CPM-ന്റെ മറ്റ് മതേതര കക്ഷികൾ അവരൊക്കെ ഒരേ സ്വരത്തിൽ പറയേണ്ടത് എന്താണോ? മതനിരപേക്ഷത നിലനിൽക്കണം. മതനിരപേക്ഷക്ക് ഊന്നൽ നൽകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് നമ്മളൊക്കെയും മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ആ മതനിരപേക്ഷത നിലനിർത്താൻ നിങ്ങൾ PMC ഒപ്പിട്ടതിലൂടെ ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയിലൂടെ കഴിയുമോ? NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോ ഞാൻ പറയട്ടെ, വെടക്കാക്കി തനക്കാക്കാൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോ അതിന് തലവെച്ച് കൊടുക്കാൻ ഇരട്ട ചങ്ക് വേണോ? അതിന് തലവെച്ച് കൊടുക്കാൻ ഏതൊരു ഭീരുവും ചെയ്യുന്നത് പോലെ പിണറായി വിജയൻ അമിത്ഷായുടെയും നരേന്ദ്രമോദിയും കാൽക്കൽ പോയി വീട് പറഞ്ഞു, ഞങ്ങൾ NEP, ഞങ്ങൾ PMC-യിൽ ഒപ്പിടാൻ തയ്യാറാണ്. എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ മതേതരത്വം നശിപ്പിക്കാൻ, മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ വലിയ ശ്രമം RSS ആസൂത്രിതമായി നടത്തുമ്പോ
അതിന് അനുകൂലമായ ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുക. ആ ഗവൺമെന്റ് CPM-ന്റെ ഗവൺമെന്റ് ആക്കുക. നിങ്ങൾ പറയുന്നത് പോലെ ബ്രണ്ണൻ കോളേജിൽ RSS-കാരുടെ വാളുകൾക്കിടയിലൂടെ കടന്നു വന്ന മുഖ്യമന്ത്രി. എത്ര അഭിമാനമാണത് പറയുമ്പോ, എത്ര അന്തസ്സോടെ നമ്മൾ പറയും. നിങ്ങളത് പറയുമ്പോ ഒരു ലീഗുകാരനായിട്ട് പോലും വർഗീയവാദത്തിനെതിരെ ധീരമായി പോരാടിയ മുഖ്യമന്ത്രിയാണെന്ന് നമ്മൾ അറിയാതെ മനസ്സിൽ പറഞ്ഞിരുന്നു. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ വാളുകൾക്കിടയിലൂടെ വരുന്നതാണോ RSS-മായി നിങ്ങളുടെ പ്രതിരോധം? ആളുകളെ കൊന്നു തരുന്നതാണോ RSS-യുടെ പ്രതിരോധം? നിങ്ങൾ പ്രതിരോധം നിൽക്കേണ്ടത് എവിടെയാണ്? RSS പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ RSS-ന്റെ സംഘപരിവാറിന്റെ ആളുകൾ ആക്രമിക്കണമെന്ന്, അതിലൂടെ വരുന്ന വികാരങ്ങൾക്ക് അനുസൃതമായി അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് അക്രമ പരമ്പരകളാണ്. പകരം ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ നമ്മളിലേക്ക്, കൊച്ചുകുട്ടികളിലേക്ക് അതിഭീകരമായ രീതിയിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോ അതിനനുകൂലമായ നിലപാടെടുക്കണോ നിങ്ങൾ? വെറുതെയല്ല ഞാനിത് പറയുന്നത്. ലോകത്തെ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, നാസി പ്രസ്ഥാനങ്ങൾ, അവരുടെയൊക്കെ മുദ്രാവാക്യം എന്താണെന്ന് അറിയുമോ? അഡോൾഫ് ഹിറ്റ്ലർ മുസോളിനി പറഞ്ഞത് ഹാച്ച് ദ യങ് എന്നാണ്. നിങ്ങൾ ചെറുപ്പക്കാരെ പിടിക്കുക, അവരെ പിടിച്ച് വിദ്യാഭ്യാസം നൽകുക, നാസി വിദ്യാഭ്യാസം നൽകുക, ഫാസിസ്റ്റ് വിദ്യാഭ്യാസം നൽകുക എന്നതിലൂടെ അവർ ഉദ്ദേശിച്ചത് വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ ഒരു സമൂഹം വേണം, വംശീയാധിഷ്ഠിതമായി ജീവിക്കുന്ന സമൂഹം, മറ്റുള്ളവർ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ആ നാട്ടിൽ വേണമെന്ന ഉദ്ദേശത്തോടു കൂടി അത് നമ്മൾ പ്രചരിപ്പിച്ചു. അത് പഠിച്ചവരാണ് RSS-കാരൻ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേഴുമ്പോ മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യ സമര രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോ ഈ RSS-കാരൻ എവിടെയായിരുന്നു അറിയുമോ? ജർമ്മനിയിലായിരുന്നു, ഇറ്റലിയിലായിരുന്നു. അവിടെ പോയി എങ്ങനെ നാസി ആശയം, ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കാം, എങ്ങനെ പ്രായോഗികവൽക്കരിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിയവർ. ആ ഗവേഷണത്തിൽ അവർ ഇന്ത്യയിൽ വിജയിക്കാതിരുന്നപ്പോ അതിന് തടസ്സമായി നിന്നത് ബാപ്പുജി എന്ന് പറയുന്ന സനാതന ഹൈന്ദവ മതവിശ്വാസി ഗാന്ധിജിയാണ്. എന്നാൽ ആ ഗാന്ധിജി അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ചു. ഹേ റാം എന്നും എപ്പോഴും ചെല്ലുന്ന ഗാന്ധിജി, ആ ഗാന്ധിജിയുടെ നിറനെഞ്ചിലേക്ക് നിറയൊഴിച്ച ഗോഡ്സെ, നാദൂറാമിനായ ഗോഡ്സെ, ആ ഗോഡ്സെയെ പ്രകീർത്തിക്കാൻ രാജ്യത്തിന്റെ പാർലമെന്റിൽ പോലും ഒരു ഗവൺമെന്റ് തയ്യാറായപ്പോ അതിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ ആളില്ലാത്തതുകൊണ്ട് ശബ്ദിച്ചില്ല എന്ന് പറയാം. എന്നാൽ ഗോഡ്സെയെ കുട്ടികൾ പഠിക്കണം. ഗാന്ധിമതം കുട്ടികൾ പഠിക്കാൻ പാടില്ല. ഗാന്ധിജി മരിച്ചു എന്നാ പറയുന്നത്. ഗാന്ധിജി ദിവംഗതനായി എന്ന് പറഞ്ഞാൽ ഒരു രോഗം പിടിപെട്ട് ഗാന്ധിജി മരിച്ചുപോയും എന്ന് പറയുന്ന ലാഘവത്തോടെ ഗാന്ധിജിയെ കൊന്നവരെ തിരിച്ചറിയാൻ വരാനിരിക്കുന്ന കുട്ടികൾ പാടില്ല. അവർ പകരം ഗാന്ധിജിയെ തലോടിയവനാണ് ഗോഡ്സെ എന്ന് പറയുന്ന രീതിയിലേക്ക് RSS വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ പദ്ധതി അത് കേരളത്തിൽ കൊണ്ടുവരുന്നതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ചോദിക്കേണ്ട ആ ചോദ്യം നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ, ഞങ്ങളാണ് പ്രതിരോധം തീർക്കുന്നവരെന്ന്. നമ്മളൊക്കെ ഒന്നിച്ച് പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിഭീകരമാണ് ഇന്ത്യയുടെ അവസ്ഥ. ആര് ജീവിക്കണം, ആര് ജീവിക്കരുത് എന്ന് ആരെങ്കിലും ഒരാൾ തീരുമാനിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ഒരു ഭരണാധികാരി തീരുമാനിക്കുക, ഏതെങ്കിലും പാർട്ടി തീരുമാനിക്കുക. നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, നിനക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ